ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നേഹാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഓണം ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദവനാട് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഈ ഓണം ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓണത്തോടെ അടുത്ത് എത്തിയിട്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഓണം ഫോട്ടോഷൂട്ട് വേണ്ടി പോവാണ്. അപ്പോൾ ഒന്ന് വഴിക്ക് ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാന്ന് കേട്ടോ. അപ്പോൾ നമ്മളെ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് കൊണ്ടോട്ടിയിൽ നിന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോഗ്രാഫർ നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് അനസ്. അങ്ങനെ ഒന്ന് വഴിയിൽ നിന്ന് തിരൂരിൽ നിന്ന് പൂവൊക്കെ വാങ്ങിച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തിരൂർ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 9:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കടയിൽ കയറി. കാരണം ഏട്ടൻ്റെ കുട്ടി വീട്ടിലുണ്ട്. പിന്നെ നമുക്കും ഈ മേക്കപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്ന് വെച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ വാങ്ങിച്ച്. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുന്നേ നമ്മളെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറാമാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാകേഷ് ചേട്ടനാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വർഷയാണ്. അപ്പോൾ വർഷ സാധനങ്ങൾ മേക്കപ്പിന് വേണ്ട ബ്രഷും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ ടേബിളിൽ എടുത്ത് വയ്ക്കുക കേട്ടോ. നമ്മൾ ക്യാമറാമാന് പെട്ടെന്ന് എത്താൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ രാകേഷ് ചേട്ടനാണ് എല്ലാം സെറ്റ് ചെയ്തെന്ന്. പിന്നെ ഞാൻ എൻ്റെ വക കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വർഷ. അപ്പോൾ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. നല്ല രസമാണ് സംസാരിച്ചിരിക്കാൻ. സമയം പോകുന്നതേ അറിഞ്ഞില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു മേക്കപ്പാണ്. ഇതുവരെ ചെയ്തിട്ടില്ല മേക്കപ്പ്. എൻ്റെ ലൈഫിൽ ഇതുവരെയും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ്. എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. നമ്മൾ ചെറിയ ക്രീമും കാര്യങ്ങളൊക്കെ തേച്ച് നമ്മൾ ജസ്റ്റ് പൗഡറൊക്കെ ഇട്ട് അതായിരുന്നു സിമ്പിളായിരുന്നു നമ്മളെ കല്യാണം. കാരണം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്രയൊന്നും വിവരമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ബോധമില്ലാത്ത കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വേണോ ചോദിച്ചപ്പോൾ വേണ്ട, കസിൻസ് ഒരുക്കിയാൽ മതി എന്നുള്ള ഇതായിരുന്നു. അങ്ങനെ കസിൻസാണ് അന്ന് ഒരുക്കിയത്. പക്ഷേ അന്ന് ഞാൻ കുറേ എൻജോയ് ചെയ്തിട്ടോ. കാരണം കുറേ ചിരിക്കാനായിരുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സമയം പോകുന്ന അറിയുന്നത്. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് ടെൻഷൻ വരുന്നത്. അതുവരെ നമ്മൾ ഫുൾ എൻജോയ് ചെയ്ത് നിന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ മേക്കപ്പ് ചെയ്യാനിരിക്കുമ്പോഴത് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയും തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്ന് മേക്കപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് മുടിയിൽ നിന്നാണ് ഫസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ. നമ്മുടെ ക്യാമറമാന് ചെറിയൊരു ഇഷ്യൂ കാരണമാണ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണമാണ് രാകേഷ് ചേട്ടൻ നമുക്ക് സെറ്റ് ചെയ്ത് തന്നത് കേട്ടോ. എനിക്ക് ഈ മുടി ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത് കഴിഞ്ഞതിന് ഇതിലെത്തണം ഭയങ്കര രസമാട്ടോ. പിന്നെ ഹെയറിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നേരെ ഫേസിലേക്ക് വന്നു. നമ്മൾ ആദ്യം തന്നെ സ്പ്രേ ഒക്കെ അടിച്ച് ഫേസിൽ നമ്മൾ ഫാൻ വെച്ച് ഉണക്കാനൊക്കെ വെച്ചിട്ടോ. നമ്മുടെ ക്യാമറാമാന് പെട്ടെന്നൊരു എമർജൻസി കേസുള്ള കാരണമാണ് വരാൻ നേരം വൈകിയത്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫേസൊക്കെ നല്ല രീതിക്ക് ഉണക്കി ഇതാക്കി ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ പുരികം ഒന്ന് ശരിയാക്കട്ടെ. എനിക്ക് പുരികം ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് പുരികം കുറവായിരുന്നു. അപ്പോൾ പുരികം ചെയ്താൽ ഭയങ്കര ഇഷ്ടം. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വട്ടം ഞാൻ കണ്ണാടിയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കണ്ണിലേക്ക് എത്തി. പിന്നെ കണ്ണിൽ ഐലൈനറൊക്കെ ഇതൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി ഇതൊക്കെ നല്ല സത്യം ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്ക് കണ്ടിട്ടും കൊതി തീരുന്നില്ലായിരുന്നു. നല്ല അടിപൊളിയാക്കി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉച്ചയായിട്ടുണ്ടെന്ന് നേരെ ഭക്ഷണം കഴിക്കാമായിരുന്നു. അങ്ങനെ അമ്മയും നാത്തൂനും കൂടി നല്ല അടിപൊളി ബിരിയാണി, സാലഡ്, അച്ചാർ, ചമ്മന്തി, പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് സെറ്റ് സ്പ്രേ ഒക്കെ അടിച്ച് ഞാൻ അവരുടെ പേജ് ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ വേണ്ടവരൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. ബ്യൂട്ടി ഗ്ലോസ് ബൈ വർഷ എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജ്. അപ്പോൾ വേണ്ടവരൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല അടിപൊളി സർവീസ്. എൻ്റെ അവിടെ വീട്ടിലെല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവർ മേക്കപ്പ് ചെയ്തും അതൊക്കെ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോസ് പുറത്തുനിന്ന് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ അവർ ചെയ്തു തരുന്നത്. നല്ല അടിപൊളി വർക്കാണ് കേട്ടോ.
അപ്പോൾ വേണ്ടവരെല്ലാവരും ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് പോയി ചെക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഫോട്ടോസ് എടുത്തിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.